ഹലോ ഹായ് മക്കളെ, എല്ലാവർക്കും ന്യൂട്ടൺസിന്റെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളുടെ 7ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫ്രാക്ഷൻസ് അഥവാ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന പാഠമാണ്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിരുന്നു. സോ ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിക്കാൻ പോകുന്ന കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ ഉണ്ട്. ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ പെട്ടെന്ന് തന്നെ ഒന്ന് പഠിച്ചെടുത്താലോ? ഓക്കെ, യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് 4 ബോട്ടോമിലൻസിനെ 4ആയിട്ട് കട്ട് ചെയ്തിട്ട് ആ 4 പീസസ് ആണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ 4 കഷ്ണങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതിൽ ഓരോ കഷ്ണത്തിനെയും നമ്മളൊന്ന് ഫ്രാക്ഷൻ ആക്കി പറയാൻ പറഞ്ഞാൽ 4 കഷ്ണത്തിൽ ഒരെണ്ണമല്ലേ മക്കളെ ഇത്? അപ്പൊ ഇതിന്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1/4 ആയിരിക്കും. എന്താണ്? 4 കഷ്ണത്തിൽ നിന്ന് നമ്മൾ ഒരെണ്ണത്തിനെ എടുത്താൽ 1/4. ഇനി ഞാൻ 2 കഷ്ണങ്ങൾ എടുത്തു എന്ന് വിചാരിക്കും. ഈ 2 കഷ്ണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എന്താവും? 2/4 ആകും. 2/4. 4 കഷ്ണത്തിൽ 2 കഷ്ണം. ഈ 2/4ന് മറ്റൊരു പ്രത്യേകത ഉണ്ട് മക്കളെ. 2ഉം 4ഉം 2ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ? 2 × 1 ആണ് 2, 2 × 2 ആണ് 4. മുകളിൽ നിന്നും താഴെ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും അംശത്തിൽ നിന്നും ഛേദത്തിൽ നിന്നും നമുക്ക് 2നെ കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാലൻസ് എന്ത് വരും? 1/2. ഫ്രാക്ഷൻസിന്റെ ഒരു പ്രത്യേകതയാണ്, ഭിന്നസംഖ്യകളുടെ പ്രത്യേകത. ഇതെല്ലാം ഏറ്റവും ലീസ്റ്റ് ഫോമിൽ വേണം നമ്മൾ റെപ്രസെന്റ് ചെയ്യാനായിട്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നേരെ കടക്കുവാണ് നമ്മൾ. യെസ്, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ മക്കളെ. 5 strings each a quarter meter long are placed end to end. What is the total length? എന്താണ്? 1/4 മീറ്റർ നീളമുള്ള 5 ചരടുകൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഓക്കെ, അത് അറ്റത്തോടറ്റം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ മൊത്തം എത്ര നീളം ഉണ്ടാവും? അതായത് ഒരെണ്ണത്തിന്റെ നീളം എത്രയാണ്? 1/4 ആണ്. അത് അപ്പോൾ 5 കഷ്ണങ്ങളാവുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ 5 പ്രാവശ്യം ആഡ് ചെയ്ത് ഇങ്ങനെ നോക്കിയാൽ കിട്ടും അല്ലേ? പക്ഷെ 5 പ്രാവശ്യം ആഡ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് 5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതല്ലേ മക്കളെ? യെസ്. അപ്പോൾ 5നെയും 1നെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. സോ 5/4 എന്ന് കിട്ടും. 5/4 എന്ന് പറയുമ്പോൾ മുകളിലത്തെ ന്യൂമറേറ്റർ വലുതല്ലേ മക്കളെ, ഡിനോമിനേറ്റർ ചെറുത്. സോ ഡിവിസിബിൾ ആണ്. സോ 5/4 ചെയ്തിട്ട് അതിനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റി വേണം എഴുതാൻ. മിശ്ര ഭിന്നസംഖ്യയിലേക്ക് മാറ്റണം. നോക്കിക്കേ, 4 × 1 ഒരു ടൈമേ പോവുള്ളൂ, 4 കിട്ടും. റിമൈൻഡർ 1 വരില്ലേ? റിമൈൻഡർ 1 ആണ് വരുന്നത്. മിക്സ്ഡ് ഫ്രാക്ഷൻ കൃത്യമായിട്ട് എഴുതണം. എപ്പോഴും ശ്രദ്ധിക്കുക, എപ്പോഴും മുകളിൽ കിട്ടുന്ന ആ ഒരു സംഖ്യയിൽ അതാണ് ഇവിടുത്തെ മെയിൻ ആൾ. ഇത് നമ്മൾ കൊടുത്തു. ഇനി താഴെ കിട്ടുന്ന റിമൈൻഡറും ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്ത് വെച്ചാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ആ ഒരു സംഖ്യയും ഒന്നിച്ചെടുക്കുക. അപ്പൊ മുകളിൽ എടുക്കുക, താഴത്തെടുക്കുക, സൈഡിൽ കിടക്കുന്ന ഈ ഒരു നമ്പർ എടുക്കുക. ആ ഒരു കോഡ് ഇങ്ങനെ ഒന്ന് പഠിച്ചു വെച്ചാൽ, മുകളിലെ താഴെ സൈഡിലെ അങ്ങനെ ഒന്ന് കോഡ് പഠിച്ചു വെച്ചാൽ നമുക്ക് തെറ്റൂല. അല്ലെങ്കിൽ മിക്കവരുടെയും മിക്സ്ഡ് ഫ്രാക്ഷൻ തെറ്റിപ്പോകാറുണ്ട്. ഓക്കെ, സോ 1/4 എന്ന് പറയുന്ന രീതിയിൽ നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നു. 1/4. 1/4. ഓക്കെ ആണല്ലോ? സോ ഇത് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒരെണ്ണത്തിന്റെ നീളം അല്ലെങ്കിൽ ടോട്ടൽ ലെങ്ത് എത്രയാണ് വരുന്നത്? 1.25 മീറ്റർ. 1.25 മീറ്റർ നീളമുണ്ട് ഈ ചരടുകൾക്ക്. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. We can fill a cup with 1/3 of a liter of milk. എന്താണ്? ഒരു കപ്പിൽ 1/3 ലിറ്റർ പാൽ നിറയ്ക്കാം. എന്താണ് പറയുന്നത്? ഒരു കപ്പില് നമുക്ക് 1 ലിറ്ററിന്റെ 1/3 അല്ലെങ്കിൽ എന്താണ് 1/3 എന്ന് പറഞ്ഞാൽ 1/3 ആണ്. എന്താണ്? 1/3. അതായത് ഈ കപ്പില് നമുക്ക് 1/3 ലിറ്റർ പാല് നിറയ്ക്കാം. ഹൗ മച്ച് മിൽക്ക് ഈസ് നീഡഡ് ടു ഫിൽ 2 cups? അങ്ങനെയാണെങ്കിൽ 2 കപ്പ് നിറയ്ക്കാൻ എന്ത് വേണം? അതായത് ഒരെണ്ണത്തിൽ 1/3, അങ്ങനെയാണെങ്കിൽ രണ്ടെണ്ണത്തിൽ അടുത്ത 1/3 + 1/3 അല്ലെങ്കിൽ 2 കപ്സിലെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരെണ്ണത്തിൽ 1/3 ആണ്, രണ്ടെണ്ണത്തിലെ കണ്ടുപിടിക്കാൻ 2 × 1/3 അല്ലെങ്കിൽ 2/3 ലിറ്റർ ചെയ്താൽ പോരെ? 2/3. ഹൗ മച്ച് മിൽക്ക് ഈസ് നീഡഡ് ടു ഫിൽ 2 cups? 2ൽ 2/3 ലിറ്റർ. ഇനി 4 cups ആണെങ്കിലോ, ഇവിടെ ഒരെണ്ണം കൂടി വന്നു, അടുത്തത് വീണ്ടും ഒരെണ്ണം കൂടി വന്നു. സോ 1/3. അപ്പൊ 4 കപ്പിലെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? 4 × 1/3. ദാറ്റ് മീൻസ് 4/3. ഇവിടെ ശ്രദ്ധിക്കണം പ്രത്യേകം, 4/3 എന്ന് പറയുമ്പോൾ വലിയ സംഖ്യ മുകളിലും ചെറിയ സംഖ്യ താഴ്ത്തുമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ സാധിക്കും. ഒരു തവണ പോകും, 3 എഴുതുന്നു, റിമൈൻഡർ 4. മുകളിലെ സംഖ്യ താഴത്തെ സംഖ്യയും സൈഡിലെയും. അപ്പൊ 1/3 is the right answer. എത്രയാണ്? 1/3. ഓക്കെ, എഴുതാം. 1/3 ലിറ്റേഴ്സ്. ക്ലിയർ അല്ലേ മക്കളെ? സോ 2 രീതിയിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനുണ്ടായിരുന്നു. 2 കപ്പിലെയും കണ്ടുപിടിക്കണം, 4 കപ്പിലെയും കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ? ശരി. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കിയാലോ? യെസ്, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കിക്കേ, ഒരു കളിസ്ഥലത്തിന് ചുറ്റും ഒരു പ്രാവശ്യം നടക്കാൻ 1/4 മണിക്കൂർ സമയം വേണം. ഇതേ വേഗത്തിൽ 4 പ്രാവശ്യം നടക്കാൻ എത്ര സമയം വേണം? അതായത് ഒരു പ്രാവശ്യം നടക്കാനായിട്ട്, ഒരു തവണ നടക്കാനായിട്ട് 1/4 മണിക്കൂർ വേണം. 1/4 hours. അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 തവണ നടക്കാനുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം? 4 times എങ്ങനെ കണ്ടുപിടിക്കാം? 4 × 1/4. പിടി കിട്ടുന്നുണ്ടോ? അതായത് 4 × 4 4 ആണ്, 4/4. ദാറ്റ് മീൻസ്
1 മണിക്കൂർ സമയം ഉണ്ടെങ്കിൽ 4 പ്രാവശ്യം നടന്നെത്താൻ പറ്റുള്ളൂ. ഇനി 7 പ്രാവശ്യം ആണെങ്കിലോ 7 ടൈംസ് ആണെങ്കിലോ 7 ടൈംസ് ആണെങ്കിൽ നമ്മൾ 7 × 1/4 ചെയ്യും. 7 × 1/4 is equal to 7/4. ഡിവൈഡ് ചെയ്ത് മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റണം. 7/4 ഒരു തവണ പോകുന്നു, 4 റിമൈൻഡർ 3. അതായത് മുകളിലത്തെ സംഖ്യ എടുക്കുന്നു 1 റിമൈൻഡർ 3, നമുക്ക് ഡിവൈഡ് ചെയ്ത സംഖ്യ 4. സോ 1 3/4. എത്രയാണ് ആൻസർ വരേണ്ടത് മക്കളെ? 1 3/4 hours is the right answer. 1.25 മണിക്കൂർ വേണം 7 പ്രാവശ്യം നടന്നെത്താനായിട്ട്. പക്ഷെ 4 പ്രാവശ്യം നടക്കുകയാണെങ്കിൽ 1 മണിക്കൂർ മതി. സിമ്പിൾ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് കടക്കാം. യെസ്, weight of an iron block is 1/4 kilogram. ഒരു കട്ടയുടെ ഭാരം 1/4 അല്ലെങ്കിൽ 1/4 കിലോ ആണ് ഒരു കട്ടയുടെ ഭാരം. അങ്ങനെയാണെങ്കിൽ അത്തരം 15 കട്ടകളുടെ ഭാരം എത്രയാണെന്ന ചോദ്യം. 15 കട്ടയുടെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? 15 × 1/4 അല്ലെങ്കിൽ 15/4 എന്ന് വരൂലേ മക്കളെ? യെസ്, 15/4. എത്ര ടൈംസ് പോകും? 3 ടൈംസ് പോകും. 4 × 3 12 ആണ്. റിമൈൻഡർ 3 വരും. ഇനി മുകളില് താഴെ സൈഡിൽ 3/4 കിലോഗ്രാം. ഈ യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ എഴുതി നിങ്ങൾ പോകണം കേട്ടോ. എത്രയാണ്? കിലോഗ്രാമിലാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലെ? ഇവിടെ തന്നിരിക്കുന്നത് കിലോഗ്രാമിലല്ലേ? ഇതിനാ കിലോഗ്രാം. സോ ആ രീതിയിൽ തന്നെ എഴുതണം. ഇനി അടുത്ത് നോക്കിയേ 16 കട്ടകളുടെ എങ്ങനെ കണ്ടുപിടിക്കാം? 16 × 1/4 അതായത് 16/4. 4ന്റെ മൾട്ടിപ്പിൾ അല്ലേ 16? എത്രാമത്തെ മൾട്ടിപ്പിളാ? 4th മൾട്ടിപ്പിൾ ആണല്ലേ? സോ 4 കിലോഗ്രാം എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് എക്സാമിന് വരുന്നത്. സോ ഡയറക്റ്റ് ആയിട്ടുള്ള ഇതുപോലത്തെ സെയിം നമ്പേഴ്സ് വരത്തില്ല. നമ്പേഴ്സ് മാറ്റിയിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ ആണെങ്കിൽ നമ്മൾ ആ ടോപ്പിക്കിലെ ഇത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. there are 35 children in a class. 35 കുട്ടികളാണ് മൊത്തം ആ ക്ലാസ്സിലുള്ളത്. അതിൽ 3/5 ഭാഗവും എന്താണ്? ഗേൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര പെൺകുട്ടികൾ ആ ക്ലാസ്സിലുണ്ട് നോക്കാം. മൊത്തത്തിന്റെ ടോട്ടലിന്റെ 3/5 ഭാഗവും ഗേൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഗേൾസിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മൊത്തം 35 അല്ലേ? 35ന്റെ 3/5 കണ്ടുപിടിച്ചാൽ മതി. പിടികിട്ടുന്നുണ്ടോ? യെസ്, 3/5 കണ്ടുപിടിക്കുമ്പോൾ 35/5 ആദ്യം ചെയ്യാം, എന്നിട്ട് × 3 ചെയ്യുക. കാരണം 5ന്റെ മൾട്ടിപ്പിൾ ആ 35 അല്ലേ? അപ്പോൾ കുറച്ചും കൂടി എളുപ്പം അതായിരിക്കും. കുറച്ച് പേര് 35 × 3 ചെയ്തിട്ട് 5 വെച്ച് ഡിവൈഡ് ചെയ്യും. അതിലും എളുപ്പം ഡിവൈഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ, 35/5 എത്രയാണ്? 7 ആണ്. 7 × 3 ആൻസർ നമുക്ക് എത്ര കിട്ടും? 21 ഗേൾസ്. 21 പെൺകുട്ടികളാണ് ആ ക്ലാസ്സിലുള്ളത്. ഈ ക്വസ്റ്റൻ ഒന്ന് തിരിച്ചു ചോദിച്ചാലോ? ബോയ്സിന്റെ എണ്ണമാണ് പെട്ടെന്ന് ചോദിക്കുന്നെങ്കിലോ? നമുക്കിവിടെ ഗേൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ബോയ്സ് കൂടി ഒന്ന് കണ്ടുപിടിക്കാം. മൊത്തം 35, അതിൽ ഗേൾസിന്റെ എണ്ണം 21 അല്ലേ? അങ്ങനെയാണെങ്കിൽ ബോയ്സ് എത്ര ഉണ്ടാവും? 14 എന്ത് ബോയ്സ് ആണ് ഇവിടെ ഉണ്ടാവുക. ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യങ്ങൾ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതായിരുന്നു നമ്മളുടെ ഇത്തിരി ഒരു ബുദ്ധിമുട്ടെന്നല്ല, എന്നാലും ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തൊരു ക്വസ്റ്റ്യൻ കൂടിയായിരുന്നത്. അടുത്ത വെറൈറ്റി ക്വസ്റ്റ്യൻ അല്ലേ? നോക്കാം. ദ ഏരിയ ഓഫ് എ റെക്ടാംഗിൾ ഇസ് 27 സ്ക്വയർ സെന്റിമീറ്റർ. നമുക്ക് തന്നിരിക്കുന്ന ഈ റെക്ടാംഗിളിന്റെ മൊത്തം പരപ്പളവ് എന്ന് പറയുന്നത് 27 സ്ക്വയർ സെന്റിമീറ്റർ. അതായത് ടോട്ടൽ ഏരിയ is equal to 27 സെന്റിമീറ്റർ സ്ക്വയർ. മൊത്തം പരപ്പളവ്, ആകെ പരപ്പളവ്. ഇനി അങ്ങനെയാണെങ്കിൽ ഇതിനെ 9 കഷ്ണങ്ങളായിട്ട് മുറിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഓരോന്നിന്റെയും ഏരിയ എത്രയായിരിക്കും? അതായത് നമ്മൾ ഇവിടെ നോക്കിക്കേ, 9 കഷ്ണങ്ങളായിട്ട് മുറിച്ചിരിക്കുന്നുണ്ട്, 9 പീസസ്. യെസ്, അപ്പൊ നമുക്ക് നോക്കാം. ഏരിയ ഓഫ് ഈച്ച് പോർഷൻ is equal to, നമുക്ക് മൊത്തം 27 അല്ലേ? അത് എത്ര കഷ്ണങ്ങൾക്ക് കൊടുക്കണം? 9 കഷ്ണങ്ങൾക്ക് കൊടുക്കണ്ടേ? അപ്പോൾ ഒരെണ്ണത്തിന്റെ ഏരിയ എത്രയായിരിക്കും? 3 സെന്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ ഡാർക്കർ പാർട്ടിന്റെ, വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദി ഡാർക്കർ പാർട്ട്? നിറം കടുപ്പിച്ചിരിക്കുന്ന ഭാഗത്തിന്റെ പരപ്പളവ് എത്ര ചതുരശ്ര സെന്റിമീറ്റർ ആണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ കടുപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങൾ എത്ര എണ്ണം നോക്കണം. ഓക്കെ, 1 2 3 4 5 എത്ര എണ്ണം മക്കളെ? 5 എണ്ണമാണ് കടുപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളിൽ. അതായത് ഒരെണ്ണത്തിന്റെ ഏരിയ 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ഡാർക്കർ പോർഷൻ എന്ന് പറയുമ്പോൾ 5 പീസസ് ആണുള്ളത്. ഏരിയ ഓഫ് ഡാർക്കർ പോർഷൻ കണ്ടുപിടിക്കാൻ 5 പീസസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഓരോന്നിനും 3 സെന്റിമീറ്റർ വെച്ചിട്ട് എന്തുണ്ട്? സെന്റിമീറ്റർ സ്ക്വയർ വെച്ചിട്ട് എന്തുണ്ട്? ഏരിയയും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡാർക്കർ പോർഷൻ എത്രയായിരിക്കും? 15 സെന്റിമീറ്റർ സ്ക്വയർ അല്ലേ? എളുപ്പത്തിൽ നമുക്ക് കിട്ടിയില്ലേ? യെസ്, അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്. എത്ര ഡാർക്കർ ചെയ്ത ആ ഒരു കടുപ്പിച്ച ഭാഗങ്ങൾ എത്ര ഉണ്ടെന്ന് നോക്കാം. അപ്പൊ നമുക്ക് 5 എണ്ണമാണെന്ന് കിട്ടി. അതിനെ 3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവിടെ തൊട്ടിട്ടാണ് നമ്മൾ ഒന്ന് തെറ്റിക്കാൻ കൂടുതൽ സാധ്യത. മുന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഏകദേശം ഐഡിയ ഉണ്ട്. ഇവിടെ തൊട്ടിട്ട് കുറച്ച് പേരുടെയെങ്കിലും തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഫ്രാക്ഷൻ തിരിഞ്ഞു പോകും. നോക്കി, എ റോപ്പ് 2 meters ലോങ്. ഒരു കയർ ഇങ്ങനെ ഉണ്ട്,
2 മീറ്റർ ആണ് മൊത്തം ലെങ്ത്, ഇസ് കട്ട് ഇൻടു 5 ഈക്വൽ പീസസ്. 1 2 3 4 5 കഷ്ണങ്ങളായിട്ട് മുറിച്ചു. അതിനകത്ത് what is the length of 3/4 of one of the pieces in meter and in centimeters? എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇതിനകത്ത് ഒരു പീസ് എടുത്തിട്ട് അതിന്റെ മുക്കാൽ ഭാഗം കണ്ടുപിടിക്കണം. അതായത് one of the pieces, ഒരു പീസ് എടുക്കുക, ആദ്യം നമുക്ക് ഒരു പീസിന്റെ നീളം കണ്ടുപിടിക്കാം. ഈച്ച് പീസ് is equal to 2 മീറ്റർ നീളമുള്ള കയറിനെ നമ്മൾ എത്ര കഷ്ണങ്ങളാക്കിയാൽ മുറിച്ച്? 5. അപ്പൊ എത്ര കഷ്ണങ്ങളാക്കുന്നു എന്നുള്ള കാര്യം എപ്പോഴും ഡിനോമിനേറ്ററിൽ വേണം വരാൻ. 2/5 meters എന്നാണ് നമുക്ക് കിട്ടാം. എന്താണ്? എത്ര കഷ്ണങ്ങളാക്കുന്നു എന്നുള്ള കാര്യം ഇപ്പോഴും ഡിനോമിനേറ്ററിലാണ് വരേണ്ടത്. സോ 2/5 എന്നായിരിക്കും നമുക്ക് വരേണ്ടത്. ഇനി ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് 3/3/4, അതായത് മുക്കാൽ ഭാഗം 3/4. അപ്പൊ നമുക്ക് നോക്കാം, 3/4 കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം, ഒരു പീസ് 2/5 ആണ്. അങ്ങനെയാണെങ്കിൽ 3/4 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? 2/5 into 3/4. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതായത് 6/20. നമുക്ക് 3/10 എന്ന് എഴുതാലോ, പ്രശ്നമൊന്നുമില്ലല്ലോ, ഒരു പ്രശ്നവുമില്ല. ഇത് മീറ്ററിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് എന്തും കൂടി കണ്ടുപിടിക്കണം, ഇൻ സെന്റിമീറ്റേഴ്സ്. മീറ്ററിനെ സെന്റിമീറ്റർ ആക്കാൻ നമ്മൾ പൊതുവെ എന്താണ് ചെയ്യാറുള്ളത്? എന്താണ് ചെയ്യേണ്ടത്? ഇൻടു 100 ആണ് ചെയ്യേണ്ടത്. എന്താണ്? ഇൻടു 100. അതറിയാത്തവർ കറക്റ്റായിട്ട് എഴുതി വെക്കാം. മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് ആക്കണം. അപ്പോൾ 3/10 മീറ്റർ ആയിരുന്ന സാധനം സെന്റിമീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ 3/10 into 100 ചെയ്യണം. ഇവിടെന്നും ഓരോ പൂജ്യംസ് വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. ഫൈനൽ ആൻസർ എത്ര കിട്ടും? 30 സെന്റിമീറ്റർ. 30 മീറ്റർ എഴുതിയിരിക്കരുത് കേട്ടോ. 30 സെന്റിമീറ്റർ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ മക്കളെ. എ വാട്ടർമെലൺ വെയിങ് 4 kilograms ബോട്ട് കട്ട്സ് ഇൻടു 5 ഈക്വൽ പീസസ്. നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ ഒരു തണ്ണിമത്തൻ മുറിച്ചായിരുന്നു അല്ലേ? പക്ഷേ ഇവിടെ 4 കിലോഗ്രാം ഭാരമാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, എത്രയാണ്? 4 കിലോഗ്രാം ഭാരം വരുന്ന ഒരു തണ്ണിമത്തൻ നമ്മൾ എത്ര കഷ്ണമാക്കിയാണ് മാറ്റിയത്? 5 കഷ്ണം, 5 പീസസ് ആയിട്ടാണ് നമ്മൾ മുറിച്ചെടുത്തത്. അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ ഒരു കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം ഉണ്ടല്ലോ, ഈച്ച് പീസ്, ഓരോ പീസിന്റെയും ഭാരം കണ്ടുപിടിക്കണം. എത്രയായിരിക്കും? 4 കിലോഗ്രാം വരുന്ന തണ്ണിമത്തൻ 5 കഷ്ണങ്ങളാക്കി. അപ്പോൾ ഒരെണ്ണത്തിന്റെ എങ്ങനെയായിരിക്കും? 4/5, 5ൽ 4 അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അതായത് 4 മൊത്തം കിലോഗ്രാം ഉണ്ട്, അതിന് 5 പീസ് ആക്കി എന്ന് പറയുമ്പോൾ 4/5 എന്നാണ് കൊടുക്കേണ്ടത്. പിടികിട്ടുന്നുണ്ടോ? 4/5 കിലോഗ്രാം. ഇനി നോക്കിക്കേ, 1 piece is again halved. ഇതിനകത്ത് ഒരു കഷ്ണം നമ്മൾ വീണ്ടും പകുതിയാക്കി. അതായത് ഒരു കഷ്ണം എന്ന് പറയുന്നത് 4/5 ആണ്. അപ്പോൾ again halved, വീണ്ടും പകുതിയാക്കുന്നു. അതായത് നമ്മളുടെ 4/5 എന്ന് പറയുന്ന ഒരു പീസിന്റെ പകുതി കണ്ടുപിടിച്ചാൽ പോരെ മക്കളെ? 4/5 into 1/2, that is 4/10. ഓക്കെ, ക്ലിയർ ആണല്ലോ? 4/10 എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് അതിനെ ഒന്നുകൂടി ചെറുതാക്കണം എന്നാണെങ്കിൽ വേണമെങ്കിൽ ചെറുതാക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ 4/10 എന്ന് തന്നെ കിടക്കട്ടെ, പ്രശ്നമില്ല. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ഈച്ച് ഓഫ് ദീസ് 2 pieces in kilogram? ഈ 2 കഷ്ണങ്ങൾ ഓരോന്നിനും എത്ര കിലോഗ്രാം ഭാരമുണ്ട്? അതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. 2 കഷ്ണങ്ങളാക്കി നമ്മൾ മുറിച്ചില്ലേ? ഇതാണ് നമ്മളുടെ 4/5 എന്ന് പറയുന്ന ആ ഒരു തണ്ണിമത്തങ്ങ കഷ്ണം. അതിനെ നമ്മൾ 2 കഷ്ണങ്ങളാക്കി മുറിച്ചു. അപ്പോൾ ഒരെണ്ണത്തിന്റെ ഭാരമാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയത് 4/10, ഒരെണ്ണത്തിനും 4/10. ക്ലിയർ അല്ലേ? ഇനി അതിനുശേഷം ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, കിലോഗ്രാമിൽ കണ്ടുപിടിച്ചു, ഇനി ഗ്രാമിലും കൂടി കണ്ടുപിടിക്കണം. നോക്കിക്കേ, കിലോഗ്രാമിൽ കണ്ടുപിടിച്ചു, ഇനി ഗ്രാമിലും കൂടി കണ്ടുപിടിക്കണം. അപ്പോഴാണ് നമ്മുടെ അടുത്ത പരിപാടി കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റണം. എന്താണ്? കിലോഗ്രാമിനെ നമുക്ക് ഗ്രാമിലേക്ക് മാറ്റണം. എങ്ങനെയാണ് നമ്മൾ കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റുന്നത്? അതിന് വേണ്ടിയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് into 1000 ആണ്. into 1000 കൃത്യമായിട്ട് എഴുതി ബോക്സിലാക്കി വെക്കാം. അപ്പോൾ 4/10 നമ്മുടെ കയ്യിലുണ്ടല്ലോ, into 1000 ചെയ്താൽ പോരെ? 1000 ചെയ്യുമ്പോൾ ഒരു 0 ഇവിടുന്ന് കട്ട് ചെയ്ത് കളയാം. 4 into 100 എത്ര വരും? 400 ഗ്രാം. എന്തോരം ഉണ്ട് മക്കളെ? 400 ഗ്രാം ആണ് നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടേണ്ടത്. ക്ലിയർ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പറഞ്ഞിരിക്കുന്ന കാര്യം, കാൽക്കുലേറ്റ് ദ ഫോളോയിങ് യൂസിങ് മൾട്ടിപ്ലിക്കേഷൻ. ഇത് രണ്ടും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 3/7 of 2/5. ശ്രദ്ധിച്ച മക്കളെ, 3/7 of 2/5. ഓഫ് വന്നാൽ അവിടെ എപ്പോഴും എന്ത് കൊടുക്കണം? മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കണം. into 2/5. ഇപ്പുറത്താണെങ്കിൽ 3/5 into 2/7. രണ്ടും തമ്മിലൊരു ബന്ധമുണ്ട്, നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. 3 into 2 ചെയ്യാം, 5 into 7 ചെയ്യാം. 3 into 2 6 ആണ്, 5 into 7 35 ആണ്. തൊട്ടപ്പുറത്തും അത് തന്നെയല്ലേ വരാം? യെസ്. 3 into 2 എത്രയാ? 6 ആണ്. പിന്നെ 5 into 7 ആണ്. ഇവിടെ 7 into 5 ആണെങ്കിൽ ഇപ്പുറത്ത് 5 into 7. സെയിം ആൻസർ തന്നെ 2 സ്ഥലത്ത് നമുക്ക് കിട്ടും. സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 1.5 meters of cloth is needed for the shirt. നമ്മൾ ഒരു കുപ്പായം തയ്പ്പിക്കാൻ കൊടുത്തപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? യെസ്, ഇതാണ് നമ്മുടെ കുപ്പായം. കുഴപ്പമില്ല അല്ലെ? യെസ്, ഈ കുപ്പായത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? 1.5 meters, 1.5 മീറ്റർ
തുണി വേണം നമുക്ക്. ഈ ഷർട്ട് തയ്ക്കാനായിട്ട് 1.5 മീറ്റർ തുണി വേണം. ഇനി അങ്ങനെയാണെങ്കിൽ ഒരു ഷർട്ടിന്റെ വിലയാണ് നമുക്കിപ്പോൾ കിട്ടിയ 1.5, വിലയല്ല നീളമാണ് നമുക്കിപ്പോൾ പറഞ്ഞ 1.5 മീറ്റർ. അങ്ങനെയാണെങ്കിൽ അത്തരം 5 ഷർട്ടുകൾ തയ്ക്കാനായിട്ട് അതേപോലുള്ള 5 കുപ്പായത്തിന് എത്ര തുണി വേണം? 5 കുപ്പായങ്ങൾക്ക് എത്ര തുണി വേണം എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ കിടക്കുന്നത് 1.5 ഒരു മിക്സഡ് ഫ്രാക്ഷൻ, മിശ്ര ഭിന്നസംഖ്യ ആയതുകൊണ്ട് നമുക്ക് അതിനെ ആദ്യം തന്നെ മാറ്റണം. ഓക്കെ, സോ മാറ്റാനായിട്ടുള്ള കാര്യം ഇങ്ങനെയാണ്. 1/2. ഇവിടെ കിടക്കുന്ന 1നെയും 2നെയും തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 1 × 2. അതിനോടുകൂടെ മുകളിൽ കിടക്കുന്ന ന്യൂമറേറ്റർ ആഡ് ചെയ്യണം, ഡിവൈഡഡ് ബൈ ഇതിന്റെ ഡിനോമിനേറ്റർ. ഓക്കെ, 2. അപ്പൊ 2 × 1 2 ആണ്, 2 + 1 3 ആണ്, 3/2. എന്താ കിട്ടും? ഫ്രാക്ഷൻ ഫോമിലേക്ക് വരുമ്പോൾ 3/2 ആയി മാറും. ഓക്കെ, ഇപ്പൊ 3/2 മീറ്റർ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടി 3/2 മീറ്റർ. അങ്ങനെയാണെങ്കിൽ 5 ഷർട്ട്സിന്റെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരെണ്ണത്തിന്റെ നമ്മളിപ്പോൾ കിട്ടി 1.5 ആണ്, 3/2 ആണ് എന്ന് നമുക്കിപ്പോൾ കിട്ടി. അങ്ങനെയാണെങ്കിൽ അത്തരം 5 ഷർട്ടുകളുടെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? 5 × 3/2. എന്താണ് ചെയ്യേണ്ടത്? 5 × 3/2. ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കാം, 5 × 3 ആദ്യം ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 15 കിട്ടും. 15/2 ചെയ്താൽ മതി. ഓക്കെ, സോ 15 ഡിവൈഡഡ് ബൈ 2. നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യയാണ്. സോ മിക്സഡ് ഫ്രാക്ഷൻ, മിശ്ര ഭിന്നസംഖ്യയിലേക്ക് മാറ്റണം. എത്ര ടൈംസ് പോകും? 7 ടൈംസ് പോകും. 14 ആണ്. റിമൈൻഡർ കിട്ടുന്നത് 1 ആണ്, മിച്ചം 1 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം മുകളിലത്തെ എടുക്കുക. സോ 7 1/2 is the right answer. മീറ്റർ കൂടി എഴുതണം കേട്ടോ. 7.5 മീറ്റർ വേണം 5 ഷർട്ട് തയ്ക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ഒരാൾ രാവിലെ നടക്കാൻ ഇറങ്ങി മക്കളെ. 1 മണിക്കൂറിൽ പുള്ളി നടക്കുന്ന ദൂരം എത്രയാണെന്ന് നോക്കിക്കേ. 2.5 കിലോമീറ്റേഴ്സ്. 2.5 കിലോമീറ്റർ പുള്ളി നടക്കും അല്ലെ. 2.5 കിലോമീറ്റേഴ്സ്. 2 1/2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതേ സ്പീഡിൽ, ഇതേ വേഗതയിൽ പുള്ളി നടന്നു കഴിഞ്ഞാൽ പുള്ളി 1.5 മണിക്കൂർ കൊണ്ട്, 1.5 hours കൊണ്ട് എത്ര ദൂരം താണ്ടുമെന്നാണ് ചോദ്യം. അപ്പൊ 2.5 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2.5 എന്ന് പറയുന്ന മിക്സഡ് ഫ്രാക്ഷൻ ആദ്യം തന്നെ മാറ്റണം. 2 × 2 4 ആണ്, 4 + 1 5 ആണ്. അപ്പൊ 5/2 കിലോമീറ്റേഴ്സ്. ഇനി പുള്ളി എത്ര സമയം കൊണ്ടാണ്? 1.5 മണിക്കൂർ ഉണ്ട് അല്ലെ. അപ്പൊ 1.5 മണിക്കൂർ എന്ന് പറയുന്നത് ഇവിടെ മിക്സഡ് ആണ്. സോ 1.5നെ മാറ്റണം. 1.5 നമ്മളിപ്പോ കണ്ടുപിടിച്ചാണ് 3/2 ആണ് അല്ലെ. സോ 3/2 ഇൻറ്റു നമ്മൾ ആദ്യം 1 മണിക്കൂറിൽ നടക്കുന്നത് 5/2. അപ്പൊ 3/2 ഇൻറ്റു 5/2 ചെയ്താൽ പോരെ. സോ 15/4 എന്ന് കിട്ടും. 15/4നെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യണം? മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റണം. 15/4 3 times it's 12. നമുക്ക് എത്രയാണ് ബാലൻസ് കിട്ടേണ്ടത്? ബാലൻസ് കിട്ടേണ്ടത് 3 ആണ്. സോ ആൻസർ 3/4. എത്രയാണ് മക്കളെ കിട്ടേണ്ടത്? 3/4 കിലോമീറ്റർ. 3.25 കിലോമീറ്റർ ആണ് പുള്ളി നടക്കുന്നത്. എത്രയാണ്? 3.25 കിലോമീറ്റർ. ക്ലിയർ അല്ലേ പറയുന്ന കാര്യങ്ങൾ? ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ജോജി ഉണ്ടല്ലോ മക്കളെ. ജോജി എന്ന് പറയുന്ന നമ്മളുടെ ചേട്ടൻ രാവിലെ പണിക്ക് പോയി. പുള്ളി ഒരു ദിവസം ജോലി എടുക്കുന്നത് എത്രയാണെന്ന് നോക്കി. 4.5 മണിക്കൂറാണ് പുള്ളി ഓരോ ദിവസവും. ഈച്ച് ഡേ, ഓരോ ദിവസവും പുള്ളി ജോലി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 4.5 hours ആണ്. മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്, ഉടനെ തന്നെ മാറ്റാം. 4 × 2 8 ആണ്. 8 + 1 9 ആണ്. സോ 9/2 എന്ന് വരും അല്ലേ. 9/2 hours എന്ന് നമുക്ക് വരാം. ഓക്കെ, ഇനി പുള്ളി അങ്ങനെയാണെങ്കിൽ 6 ദിവസം കൊണ്ട്, ഒരു ദിവസം 9/2 hours ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ ഒരു ആഴ്ചയിൽ സൺഡേ അവധിയാണല്ലേ മക്കളെ. അപ്പോൾ ബാക്കി 6 ദിവസം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 6 ദിവസം കൊണ്ട് പുള്ളി എത്ര മണിക്കൂർ ജോലി ചെയ്യുമെന്നാണ് ചോദ്യം. സോ 6 × 9/2 ചെയ്താൽ പോരെ. അത് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? 6/2 × 9 ചെയ്യുന്നു. 6/2 എത്രയാണ്? 3 അല്ലേ. 3 × 9 എത്രയാണ്? 27 അല്ലേ. 27 hours നമുക്ക് കിട്ടുന്നില്ലേ? എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അപ്പപ്പം തന്നെ ചെയ്തു പോകണം. ഓക്കെ, നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാലോ. കാൽക്കുലേറ്റ് ദി ഫോളോയിങ്. 4 times 5 1/3. അതായത് 5 1/3ന്റെ 4 മടങ്ങ്, അതായത് 4 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കാം, മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്, ഉടനെ തന്നെ നോർമലിലേക്ക് മാറ്റണം. സോ നോക്കാം. 5 × 3 15 ആണ്. 15 + 1 16 ആണ്. അപ്പൊ 16/3 അല്ലെ. 16/3 × 4. നോക്കിക്കേ, 16/3 × 4. ഇവിടെ നോക്കുമ്പോൾ എന്താണ്? 4ഉം 3ഉം 16ഉം ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നോക്കിക്കേ, ഏതെങ്കിലും ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 4നെ താഴേക്ക് കൊടുക്കാം, 3നെ മുകളിലേക്ക് കൊടുക്കാം. അപ്പൊ 16/4 ആവില്ലേ എന്ന കാര്യങ്ങൾ ആലോചിച്ചു. അങ്ങനെ കൊടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം 4നെ താഴത്തേക്ക് 4/1 ആണ് എന്നുണ്ടെങ്കിൽ നേരെ മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 16 × 4 ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. താഴത്തേക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ശരി. അപ്പൊ അങ്ങനെ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം? 16 × 4 ചെയ്യണം. അതായത് 16 × 4 ചെയ്തിട്ട് 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ ആണല്ലോ. 16 × 4 എത്രയാണ് മക്കളെ കിട്ടാം? 6 × 4 ചെയ്യുമ്പോൾ നമുക്ക് 24 കിട്ടും. 64/3 കിട്ടും. ഓക്കെ,
അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യണം, നമുക്ക് 64/3 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റാം. 64/3 എത്ര ടൈംസ് പോകും? 2 ടൈംസ് പോകും, 1 ടൈംസ് പോകും, 3 വരും, ബാലൻസ് നമുക്ക് 1 വരും. അപ്പോൾ എന്താണ് ആൻസർ വരേണ്ടത്? 21 1/3. എത്രയാണ് മക്കളെ? 21 1/3. ഓക്കെ, 63 + 1 64, 64/4. പിടികിട്ടുന്നില്ലേ? ഇതാണ് 21 1/3 is the right answer. ക്ലിയർ? ഇനി രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, 4 1/3 ടൈംസ് ഓഫ് 5. ഇതിനും ഇതും തമ്മിൽ ചെറിയൊരു ബന്ധമില്ലേ മക്കളെ? ഇവിടുത്തെ 5 അങ്ങോട്ട് മാറ്റി 4 ഇപ്പുറത്തേക്ക് കൊടുക്കുക. 4 1/3 ടൈംസ് ഓഫ് 5. നോക്കാം, 4 1/3 ടൈംസ് ഓഫ് 5, അതായത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമുക്ക് നേരെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കാം. 4 1/3 ടൈംസ് ഓഫ് 5. 4 × 3 12, 12 + 1 13, 13/3. എന്താണ് മക്കളെ? 13/3 × 5. ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആരെയും കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. 5 കൊടുക്കാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. വേറൊരു രീതിയിലും 13/3 ഡിവിസിബിൾ അല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, മൾട്ടിപ്ലിക്കേഷനെ ഒരു വഴിയുള്ളൂ കേട്ടോ. 13 × 5 ഡിവൈഡഡ് ബൈ 3. നോക്കുമ്പോൾ 5ഉം 3ഉം 15 ശിഷ്ടം ഒന്ന് കൊടുക്കുമ്പോൾ 65. 65 ഡിവൈഡ് ബൈ 3. നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്ത് നോക്കാം. 3 ടൈംസ് 2 വരും, 1 വരും, സോ 3, ബാലൻസ് 2 വരും. അപ്പൊ എത്രയാണ്? 21 2/3. നേരത്തെ 21 ഇവിടെയും സെയിം ആയിട്ട് വന്നു, പക്ഷെ ഇവിടെ 2/3 ആണ്. എത്രയാണ്? 2/3 ആണ്. ഓക്കെ, നോക്കിക്കേ, 63 + 2 65/3. പിടിയിട്ടുന്നുണ്ടല്ലോ? ഓക്കെ അല്ലേ കാര്യങ്ങൾ? ഇനി നമ്മുടെ രണ്ടാമത്തെയാണ് ചെയ്തത്, ഇത് നമ്മളുടെ ഒന്നാമത്തെ ആയിരുന്നു. ഇത് നമ്മുടെ മൂന്നാമത്തെ. 1.5 ടൈംസ് 2/3. 1.5 ടൈംസ് 2/3 നമ്മളുടെ മൂന്നാമത്തെ ആളാണ്. ഓക്കെ, 1.5 നമുക്ക് മാറ്റാം, അത് 3/2 ആണ്. ഇൻറ്റു 2/3. സിമ്പിൾ സംഭവം അല്ലേ? കാരണം നോക്കിക്കേ മക്കളെ, ഇവിടത്തെ ന്യൂമറേറ്ററും ഇവിടത്തെ ഡിനോമിനേറ്ററും, ഇതിന്റെ അംശവും ഇതിന്റെ ഛേദവും തുല്യമല്ലേ? അതുപോലെ തന്നെ ഇവിടത്തെ ന്യൂമറേറ്ററും ഇവിടത്തെ ഡിനോമിനേറ്ററും തുല്യമാണ്. അതായത് 3/3 × 2/2 എന്ന് എഴുതാലോ. ദാറ്റ് മീൻസ് 1 × 1. ആൻസർ 1 കിട്ടുന്നില്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് 1.5 meters? ഇത് ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. വശങ്ങളുടെ എല്ലാം നീളം 1.5 meter ആയിട്ടുള്ള ഒരു ചതുരം നമ്മുടെ കയ്യിലുണ്ട്. ഒരു ചതുരം നമ്മുടെ കയ്യിലുണ്ട് മക്കളെ. അതിന്റെ ഓരോന്നിന്റെയും നീളം 1.5 meter വെച്ചിട്ടാണ്. അതിന്റെ സൈഡ്സ് ഓരോന്നും 1.5 meter ആണ്. അപ്പോൾ 1.5 meter ആണ് സൈഡിന്റെ നീളം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഏരിയ എന്തായിരിക്കും, പരപ്പളവ് എത്രയായിരിക്കും എന്ന ചോദ്യം. അപ്പൊ ആദ്യം തന്നെ എന്തറിഞ്ഞിരിക്കണം? ഏരിയ ഓഫ് എ സ്ക്വയർ, അതിന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്താണ് മക്കളെ? സൈഡ് ഇൻറ്റു സൈഡ്, അല്ലെങ്കിൽ എ സ്ക്വയർ, എ ഇൻറ്റു എ, സൈഡ് ഇൻറ്റു സൈഡ് എന്നൊക്കെ നമുക്ക് ഇവരെ പറയാം. ഓക്കെ, അപ്പൊ നമുക്കറിയാലോ സൈഡിന്റെ നീളം നമുക്കറിയാം. ഒരു സൈഡ് എത്രയാണ്? 1.5 ആണ്. സോ ഏരിയ ഈസ് ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ്. ദാറ്റ് മീൻസ് 1.5 × 1.5. 1.5 എന്ന് പറയുന്ന മിക്സ്ഡ് ഫ്രാക്ഷൻ മാറ്റുമ്പോൾ നമുക്ക് 3/2 കിട്ടും. 3/2 × 3/2. ദാറ്റ് മീൻസ് 9/4. 2 ടൈംസ് അല്ലേ വില? 4 × 2 8 ആണ്. റിമൈൻഡർ 1 കിട്ടും. സോ 2 1/4 is the right answer. എത്രയാണ് മക്കളെ നമുക്ക് കിട്ടേണ്ടത്? 2 1/4 മീറ്റർ സ്ക്വയർ. മീറ്ററിലാണ് നമ്മളുടെ ഈ ഒരു ഏരിയ പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല ഏരിയ ആയതുകൊണ്ട് തന്നെ സ്ക്വയർ കൊടുക്കണം. ഓക്കെ, മീറ്റർ സ്ക്വയർ. 2 1/4 മീറ്റർ സ്ക്വയർ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുവാണ്. പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഈസ് 14 meters. ഇവിടെ നമുക്ക് അറിയേണ്ട ഇക്വേഷൻ എന്താണ് മക്കളെ? പെരിമീറ്ററിന്റെ ഇക്വേഷൻ അറിയണം. നേരത്തെ ഏരിയയുടെ ഇക്വേഷൻ ആണെങ്കിൽ ഇവിടെ പെരിമീറ്റർ ആണ്. പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ, ഒരു സമചതുരത്തിന്റെ ചുറ്റളവ്. ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് നമുക്ക് നോക്കിയാലോ. ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള ഇക്വേഷൻ? ഇറ്റ്സ് 4a അല്ലെങ്കിൽ 4s. എ എന്ന് പറഞ്ഞാലും ഒരു സ്ക്വയറിന്റെ വശത്തെ റെപ്രസെന്റ് ചെയ്യുന്നു, എസ് എന്ന് പറഞ്ഞാലും ഒരു സ്ക്വയറിന്റെ വശത്തെ റെപ്രസെന്റ് ചെയ്യുന്നു. അത് എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? 14. അതായത് 4a is equal to 14. അതിൽ നിന്ന് നമുക്ക് a കണ്ടുപിടിക്കാലോ. നമ്മളുടെ ഇൻറ്റു 4 × a ആയിട്ട് കിടക്കുന്ന ഈ ഒരു സംഗതിയാണ് ഇവിടെ ഉള്ളത്. അതിൽ നിന്നും a കണ്ടുപിടിക്കാനായിട്ട് 4നെ നമ്മൾ ഇപ്പുറത്തേക്ക് മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്ന 4 ഇപ്പുറം ചെല്ലുമ്പോൾ എന്താവും? ഡിവിഷൻ ആയി മാറുന്നു. തെറ്റിക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ a is equal to 14 divided by 4. എന്താണ്? 14 divided by 4. നമുക്ക് നോക്കാലോ. 14 divided by 4നെ ഒന്നുകൂടി ചെറുതാക്കിയാൽ 7/2 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഏരിയ കണ്ടുപിടിക്കണം. എന്താണ്? ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം, കാരണം a കിട്ടിയിട്ടുണ്ടല്ലോ. സോ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, a സ്ക്വയർ ആണ്. ദാറ്റ് മീൻസ് 7/2 × 7/2. ദാറ്റ് മീൻസ്
49/4. ഇത് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടും. അപ്പൊ എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റിയിട്ട് എത്രയാണ് ആൻസർ വരുന്നത് എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടി. ആൻസർ കിട്ടുമ്പോൾ അത് മീറ്റർ സ്ക്വയറിൽ വേണം റെപ്രസെന്റ് ചെയ്യാനായിട്ട്. ആ മീറ്റർ സ്ക്വയറിൽ വേണം അത് റെപ്രസെന്റ് ചെയ്യാനായിട്ട്. എത്ര കിട്ടി എന്നുള്ള കാര്യം നിങ്ങൾ എന്താണ് വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. പക്ഷേ കുഞ്ഞു കുഞ്ഞു അബദ്ധങ്ങൾ പറ്റാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ്. നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ എല്ലാ ക്വസ്റ്റ്യൻസും ഇപ്പൊ നമ്മൾ പറഞ്ഞതായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്കിലും എക്സാമിന് മസ്റ്റ് ആയിട്ടും നോക്കിയിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാവുന്നതാണ് ഈ ചാപ്റ്ററിൽ നിന്ന്. ഓക്കെ, അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.